ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് കാർമിക് റിലേഷൻഷിപ്പ് ഒരുപാട് അഡിക്റ്റീവായിട്ട് നമുക്ക് തോന്നാറുണ്ടല്ലേ. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് ഒരിക്കലും നമുക്ക് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു ലവ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഒരു കെയർ ആയിട്ടൊക്കെയാവും വരുന്നുണ്ടാവുക. വളരെ ഡീപ്പായിട്ട് അത് ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്ത് അതൊരു അഫെയർ അല്ലെങ്കിൽ ഒരു ലവിലേക്ക് പോകുമ്പോൾ പിന്നീട് പെട്ടെന്നൊരു ഡിസ്റ്റൻസ് ഇടും. അപ്പോൾ ഈ ഒരു സൈക്കിള് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യും, വരുന്നു പോകുന്നു. ഇതാവുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാവണതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ സ്നേഹം കിട്ടുന്നുണ്ട്, എന്നിട്ട് ആ സ്നേഹം നമ്മുടെ അടുത്ത് നിന്ന് പോകുമ്പോൾ നമ്മളൊരു സൈക്കിളിൽ കിടന്ന് കറങ്ങുകയാണ് ചെയ്യുക. അതായത് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യും? ബ്രെയിൻ ഒരു കാര്യം ഫിക്സ് ചെയ്യും, ഇതിൽ നിന്ന് എനിക്ക് സ്നേഹം കിട്ടുന്നുണ്ട്, ഇത് ശരിയാവും, എനിക്ക് നന്നാവും, നല്ലതേ വരുള്ളൂ. അപ്പോഴേക്കും അതിൽ അത്രത്തോളം അഡിക്റ്റീവായിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു പാറ്റേൺ ഇങ്ങനെ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളുടെ അൺഹീൽഡ് ആയിട്ടുള്ളൊരു വേർഷൻ ഈ കാർമിക് ഈ റിലേഷൻഷിപ്പ് ട്രിഗർ ചെയ്ത് കാണിക്കും. അതായത് എന്നെ സ്നേഹിക്കണം, എന്നെ വിട്ടു പോകരുത്, അത്തരത്തിലുള്ള ഒരു അബാൻഡൻമെൻ്റ് ആയിട്ടുള്ള, അതുപോലെ റിജക്റ്റ് ചെയ്യുമ്പോഴുള്ള വിഷമങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഈ സമയത്ത് കാർമിക്സിൻ്റെ ആ ഒരു ലവിൽ നിന്ന് നമുക്ക് കിട്ടുക. അതായത് എക്സ്ട്രീം പെയിൻ ആയിരിക്കും, അതേസമയം നമുക്ക് അവർ തന്നിട്ടുള്ള ആ ഒരു സ്നേഹത്തിൽ നമ്മൾ അഡിക്റ്റഡും ആയിരിക്കും. അതുപോലെ തന്നെ ഈ പെയിനും ലവും കൂടിയിട്ട് മിക്സ് ആകുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ നാച്ചുറലാണ്, ആ ബോണ്ട് ഓൾറെഡി സ്ട്രോങ് ആവും. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? അത്രയും ടോക്സിക്കാന്ന് അറിഞ്ഞു കഴിഞ്ഞാലും ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാകും എന്നുള്ളതാണ്. പിന്നെ ഇത് ഹെൽത്തി അല്ല, അങ്ങനത്തെ ഒരു ഫീലിങ്സ് നമ്മൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മുടെ ബ്രെയിൻ എന്ത് തിരഞ്ഞെടുക്കും? എനിക്ക് ഈ പെയിനായിട്ടുള്ള അതായത് ഈ പെയിൻഫുള്ളായിട്ടുള്ള ഈ ലവ് മതി എന്ന് നമ്മുടെ ബ്രെയിൻ തിരഞ്ഞെടുക്കും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഹോപ്പ് ഫീലിങ്സ് ഉണ്ടാവും. ഒരു ദിവസം മാറും, ഒരു ദിവസം എല്ലാം റെഡിയാകും, ഈ എല്ലാ പ്രശ്നങ്ങളും മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാറ്റേൺ ആയിരിക്കും ഈ കാർമിക് റിലേഷൻഷിപ്പിൽ ഉടനീളം ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എല്ലാ കാർമിക്കായിട്ടുള്ള റിലേഷൻഷിപ്പിലും ലവ് മാത്രമല്ല, ഇത് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ ലൂപ്പാണ്. ഇത് നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം. അതായത് നിങ്ങളൊരു കാർമികമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ അഡിക്റ്റീവായിട്ടുണ്ടോയെന്ന് നിങ്ങൾ സ്വയം അത് വിലയിരുത്തണം എന്നുള്ളതാണ് ഞാൻ പറയുള്ളൂ. അപ്പോൾ ഈ സോൾമേറ്റും കാർമിക്സിനെയും തമ്മിൽ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കാർമിക് എപ്പോഴും നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് ലൈഫിൽ വന്നതിന് ശേഷം നമുക്കൊരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവും. അല്ലെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റഡ് ആവും എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് മുഖേന നമ്മുടെ ഈ പ്രസൻറ്റ് ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റഡ് ആവും. അത് ഒരു ലെസൺ ബേസ്ഡ് ആയിരിക്കും എപ്പോഴും ഒരു കാർമിക് റിലേഷൻഷിപ്പ്. ഇമോഷൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഹൈ ലോ ഈ ഒരു പാറ്റേൺ ആയിരിക്കും ഉണ്ടാവുക. ട്രിഗർ ഭയങ്കര ഹെവി ആയിരിക്കും. അവരുടെ ഒരു ബിഹേവിങ് രീതി നമ്മളെ ഭയങ്കരമായിട്ട് ട്രിഗർ ചെയ്യിപ്പിക്കും, പെയിൻഫുൾ ആക്കിപ്പിച്ചുകൊണ്ടേയിരിക്കും. മിക്കപ്പോഴും ഓൾമോസ്റ്റ് കാർമിക്സ് റിലേഷൻഷിപ്പും ടെമ്പററി ആയിരിക്കും. അവർ വന്നതിനൊരു ലെസൺ ഉണ്ടായിരിക്കും. അതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സൈക്കിൾ, ഈ ഒരു ലൂപ്പിൽ നിന്നും പലർക്കും പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാറില്ല. അത്രയും അഡിക്റ്റീവ് ആയതുകൊണ്ടാണത്. ചെറുതായിട്ട് ഗ്രോത്തൊക്കെ ഉണ്ടാവും, ബട്ട് അത്രയും പെയിൻ നമ്മൾ സഹിച്ചിട്ടുണ്ടായിരിക്കും. ഇനി നമ്മൾ സോൾമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള കണക്ഷനായിരിക്കും. നമ്മൾ നല്ലൊരു കംഫർട്ടായിരിക്കും, നമുക്ക് നല്ലൊരു പീസ് അവരുടെ കൂടെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് സേഫായിട്ടുള്ള ഒരു ഫീലിങ്സ്, മ്യൂച്വലായിരിക്കും ഗ്രോത്ത്. അതായത് ഒരു സൈഡിൽ മാത്രം ഗുണങ്ങൾ ഉണ്ടാവുക, അങ്ങനെയല്ല. ആ റിലേഷൻഷിപ്പിലുള്ള രണ്ടുപേർക്കും ഗ്രോത്ത് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ആ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും, അണ്ടർസ്റ്റാൻഡിങ്ങും ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാർമിക് എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ചലഞ്ചസുകൾ നമ്മുടെ ലൈഫിൽ വരും, പലതരത്തിലുള്ള ലെസൺസ് നമ്മൾ പഠിക്കും. ഒരു സോൾമേറ്റ് ആണെങ്കിൽ നമുക്ക് സ്മൂത്തായിരിക്കും നമ്മുടെ ലൈഫ്, സപ്പോർട്ടായിരിക്കും, അലൈൻമെൻ്റ് ആയിരിക്കും. ആ രണ്ട് വ്യക്തികളും തമ്മിൽ നല്ല പൊരുത്തമുണ്ടായിരിക്കും. കാർമിക് സൈക്കിൾ എങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിന് തീർച്ചയായിട്ടും അതൊരു ബ്രേക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അതായത് സെയിം ഫൈറ്റ്, സെയിം ബിഹേവിയർ, ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? അവെയർനെസ്സിലിരിക്കാം. അപ്പോൾ ആ അവെയർനെസ്സിലിരിക്കുമ്പോൾ ആ സൈക്കിൾ ബ്രേക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ആ അവെയർനെസ് നിങ്ങൾ
നേടിയെടുക്കുക എന്നുള്ളതാണ് ഒരു കാര്യം. 2, നമുക്കൊരു അഡിക്ഷൻ ഫീലിങ്സ് ഉണ്ടാവും. അഡിക്ഷൻ ഫീലിങ്സ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു അഡിക്റ്റീവ് ടെൻഡൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ജേർണലിങ് ചെയ്യുക, കുറച്ച് ഡിസ്റ്റൻസ് ബിഹേവിങ് ചെയ്യുക, ഒരു നോ കോണ്ടാക്റ്റ്, അതായത് എന്നേക്കുമായിട്ടുള്ള ഒരു ടെമ്പററി പോലെയൊക്കെ അതിൽ നിന്നൊന്ന് ബാക്ക് എടുക്കുക. ബ്രീത്തിങ് എക്സസൈസ് നന്നായി ചെയ്യുക. ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ പറയുന്നത് നല്ല രീതിയിലുള്ളൊരു സമാധാനം ഒക്കെ ഒന്ന് പീസൊക്കെ ഒന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു നെർവ് സിസ്റ്റത്തിനെ കാമാക്കണ ഒരു പ്രോസസ്സാണ്. ഒന്ന് ജേർണലിങ് എഴുതുക, ഈ പറഞ്ഞ പോലെ ഒരു ഡിസ്റ്റൻസും ഒരു നോ കോണ്ടാക്റ്റും, ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഇവരുമായിട്ടൊരു ബൗണ്ടറി. നിങ്ങൾക്ക് അവരോട് ഒരു ലവ് ഉണ്ട് ശക്തമായിട്ടുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് നോക്കിയേ. അപ്പോൾ അതായത് ഒരു ഓവർ ഗിവിങ്ങിൻ്റെ, നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഡിസ്റ്റൻസ് ഇട്ട് നമ്മളെ സേവ് ചെയ്യണതിന് തുല്യമാണല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു ഓവർ ഗിവിങ് ആയിട്ടുള്ള ആ ഒരു സൈക്കിളിനെ നമ്മൾ പതുക്കെ കട്ട് ചെയ്യാം. ബൗണ്ടറി സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് എളുപ്പമല്ല, എങ്കിലും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ എന്താണ്, ആ ഒരു കാർമിക് സൈക്കിൾ ബ്രേക്ക് ആവുന്നതാണെങ്കിൽ പതുക്കെ അവിടെ അപ്പുറത്തൊരു ഷെയ്ക്ക് സംഭവിച്ച് അതവിടെ കട്ടാവും. ഇനി ഫാൻറ്റസി റിയാലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങളെപ്പോഴും റിയലൈസ് ചെയ്യുക. ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഫാൻറ്റസി വേറെയാണ്, റിയാലിറ്റി വേറെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാം. അതായത് ബിഹേവിങ് നോക്കുക, പൊട്ടൻഷ്യൽ അല്ല നോക്കേണ്ടത്, നിങ്ങൾ അവരുടെ ബിഹേവിങ് രീതി നോക്കുക. ബിഹേവിങ് രീതി നോക്കിയിട്ട് അതാണ് റിയാലിറ്റി. അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഓരോ കാര്യങ്ങളും തീരുമാനിക്കാൻ. ദെൻ അവരിൽ നിന്നും നിങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു അക്സെപ്റ്റൻസ് അധികം കൊടുക്കാണ്ടിരിക്കുക. ക്ലോസ് ആയിട്ട് അവരായിട്ട് നിൽക്കാണ്ട് ബിസി ഉള്ള പോലെ, അല്ലെങ്കിൽ ഒരു ബിസി ടൈപ്പ് ഒരു ഷെഡ്യൂൾ നിങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾ ആ ഷെഡ്യൂളിലൂടെ നിർബന്ധിതമായിട്ടും പോയിരിക്കണം. സെറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല. അതായത് നിങ്ങൾക്ക് ഒരു അഡിക്ഷൻ ഉണ്ടാവുമല്ലോ ഇത്തരം ആളുകളായിട്ട്, ആ അഡിക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ളൊരു ബിസി ഷെഡ്യൂൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി ഈ കാർമിക് സൈക്കിൾ ബ്രേക്ക് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അത് ഒരു ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടുപോകൽ മാത്രമല്ല, അതോടുകൂടി നിങ്ങളിവിടെ എന്താണ്, ആ ഒരു പാറ്റേൺ നിങ്ങളുടെ ലൈഫിൽ നിന്ന് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ അങ്ങനെ ഒരിക്കലും നിങ്ങൾക്ക് സംഭവിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതിനുള്ളൊരു ധൈര്യം വരണം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാർമിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിലെ തന്നെ ഒരു അവേക്കണിങ് പ്രോസസ്സായിട്ട് കണ്ടാൽ മതി. പലതരത്തിലുള്ള ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മുടെ ലൈഫിലേക്ക് എൻ്റർ ആവുന്നത്. അപ്പോൾ സാധാരണയായിട്ടൊരു കാർമിക് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു എൻഡ് ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ആ ഒരു ലെസൺ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്തുനിന്ന് പോകും. അപ്പോൾ ഒരു അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല, ബൗണ്ടറീസ് എല്ലാം വെക്കാൻ നമ്മളും പഠിച്ചിട്ടുണ്ടായിരിക്കും, നമ്മുടെ സെൽഫ് വർത്തും വളർന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു സെയിം പാറ്റേൺ പിന്നെ റിപ്പീറ്റ് ചെയ്യില്ല. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കാർമികമായിട്ടുള്ള ആളുകൾ നമ്മുടെ ചുറ്റിനും ഉണ്ട്. പലതരത്തിലുള്ള കർമ്മയുമായിട്ട് അവരെല്ലാവരും കണക്റ്റഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവരെല്ലാവരെയും നമുക്ക് ഓരോ കാരണങ്ങൾ വെച്ചിട്ട് നമുക്ക് അകറ്റി വിടാനൊന്നും പറ്റില്ല. ബട്ട് ഞാൻ ഉദ്ദേശിച്ചത് പലരുടെ ലൈഫിലും പല കാർമികമായിട്ടുള്ള ആളുകളും അവരുടെ മാനസികമായിട്ട് ആ ഒരു ലൂപ്പിൽ പെട്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളെ സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒരിക്കലും ഒരു ലവ് അഫെയറാന്ന് പറഞ്ഞിട്ട് അത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ആരും നിൽക്കരുത്. നമ്മൾക്ക് എല്ലാവർക്കും നമ്മളുടേതായിട്ടുള്ള ഒരു സെൽഫ് വർത്ത് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. താങ്ക് യു യൂണിവേഴ്സ്.